റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ നടുക്കി വീണ്ടും വൻ ഡ്രോൺ ആക്രമണം. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മോസ്കോ നഗരത്തിലെ 4 പ്രധാന വിമാനത്താവളങ്ങൾ അടിയന്തരമായി അടച്ചുപൂട്ടി. ഞായറാഴ്ചയാണ് മോസ്കോയെ ലക്ഷ്യമിട്ട് യുക്രൈന്റെ ഭാഗത്തു നിന്നും കൂട്ടത്തോടെ ഡ്രോണുകൾ എത്തിയത്. തലസ്ഥാന നഗരിയിലും സമീപ പ്രദേശങ്ങളിലുമായി വെറും 4 മണിക്കൂറിനുള്ളിൽ 130 യുക്രൈൻ ഡ്രോണുകളാണ് റഷ്യൻ വ്യോമ പ്രതിരോധ സേന തടയുകയോ നശിപ്പിക്കുകയോ ചെയ്തത്. ഈ കനത്ത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾ നടത്തുന്ന 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതിനാലാണ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടതെന്നും നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറുകൾക്ക് ശേഷം വിമാനത്താവളങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. യുദ്ധം റഷ്യൻ മണ്ണിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കുകയാണ് യുക്രൈൻ. കഴിഞ്ഞ ദിവസം റഷ്യൻ അതിർത്തിക്കുള്ളിൽ 1400 കിലോമീറ്റർ ഉള്ളിലായുള്ള ഒരു പ്രധാന മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയും യുക്രൈൻ വൻ ആക്രമണം നടത്തിയിരുന്നു. തങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ മുന്നേറ്റം നടത്തിയത്. അതേസമയം യുക്രൈനിൽ റഷ്യയുടെ ആക്രമണങ്ങളും വലിയ ദുരന്തങ്ങളാണ് വിതയ്ക്കുന്നത്. റഷ്യൻ മിസൈൽ ആക്രമണങ്ങളിൽ കീവിൽ ഒരാൾ ദാരുണമായി കൊല്ലപ്പെടുകയും ഒരു കുട്ടി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ വരുന്നത്. ഒഡേസിയയിലെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ തീപിടുത്തത്തിനാണ് വഴിവെച്ചത്. ഇതിനിടെ പടിഞ്ഞാറൻ യുക്രൈനിലെ ലവീവിൽ 23 വയസ്സുകാരിയായ വനിതാ പോലീസ് ഓഫീസർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതൊരു റഷ്യൻ ആക്രമണമാണെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ ആരോപിച്ചിരുന്നത്. യുദ്ധം തലസ്ഥാന നഗരങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വ്യാപിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ ജീവന് കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. യുക്രൈനും റഷ്യയും ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഈ സംഘർഷം കൂടുതൽ വിനാശകരമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.